ഹലോ, ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. ഈ ഒരു ചമ്മന്തി ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ്. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ മുട്ട പൊരിച്ചതും ചമ്മന്തിയുടെയൊക്കെ ഒരു മണമുണ്ടല്ലോ, വല്ലാത്തൊരു ഫീലല്ലേ. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട വളരെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ. വറ്റൽമുളക്, ഉള്ളി, ചുവന്നുള്ളി തന്നെ വേണം കേട്ടോ. ഉള്ളി, മുളക്, പുളി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്ര ഐറ്റംസ് ഉള്ളൂ. ഫൈനൽ അത് വറുത്തെടുത്ത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കുക. നല്ല ചമ്മന്തി ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കൂടിയുണ്ട്, നമുക്ക് കാണാം. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പോ ഉണ്ട്, നമ്മുടെ വെള്ളക്കടല വേവിച്ചത്. അത് ഞാൻ നല്ല ഉപ്പൊക്കെ ഇട്ട് ഇവിടെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഴക്കാലത്ത് മാത്രം തേടി വരുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ വരാൽ മീനേ. അത് നല്ല പുളിയും തേങ്ങയൊക്കെ ഇട്ട് നല്ല തേങ്ങാക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. പഴയ കാലത്തിലോട്ട് പോയിട്ടുണ്ടോ എത്ര പേര്? എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ്, പിന്നെ നമ്മുടെ വരാൽ തേങ്ങ അരച്ച കറി, പിന്നെ നമ്മുടെ ഉള്ളി ചമ്മന്തി, അതുപോലെ തന്നെ കടല, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു പിടി പിടിച്ച് വെക്കാം. പിന്നെ പ്രത്യേകം ഈ ഉള്ളിച്ചമ്മന്തി എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് PM മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പാർസൽ ചെയ്ത് തരാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വെളിയിൽ 1 മാസത്തോളം നമുക്കിരിക്കും. അത്ര വെള്ളം തൊടാതെ വെളിച്ചെണ്ണയിൽ മാത്രം നമ്മൾ ചതച്ചൊക്കെ എടുത്തതിനുണ്ടെങ്കിൽ കുറച്ച് നാളിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.